ആലപ്പുഴ മാന്നാറിലെ യുവതിയുടെ കൊലപാതകത്തിൽ ഭർത്താവടക്കം 4 പേർക്കും പങ്കുണ്ടെന്ന് എഫ്ഐആർ. കലയുടെ ഭർത്താവ് അനിൽകുമാറാണ് ഒന്നാം പ്രതി. പ്രതികളെ ഉടൻ വൈദ്യപരിശോധനയ്ക്ക് പുറത്തിറക്കും. മനീഷ് മഹിപാലും എ വി ജയശങ്കറുമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം മനീഷ് മഹിപാലിലേക്ക്. മനീഷ്, എപ്പോഴാണ് വൈദ്യപരിശോധന? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ലൈവ് ആണ്. സമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്കായി പ്രതികളെ 3 പേരെയും, അതായത് ജിനു, പ്രമോദ്, സോമൻ, 3 പ്രതികളാണ് നിലവിൽ പോലീസിന്റെ അറസ്റ്റ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ ആദ്യം വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ശേഷം പിന്നീട് ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് തെളിവെടുപ്പില്ല എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. അതിനുശേഷം ഒന്നാം പ്രതിയെ കൂടി ലഭ്യമായ ശേഷം, കസ്റ്റഡിയിൽ ലഭ്യമായ, അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് പല കാര്യങ്ങളും ഇപ്പോഴും പുറത്തു വിടുന്നില്ലാത്തത് കൊണ്ട് തന്നെ പോലീസിൻ്റെ പല നീക്കങ്ങളും, ഇനി അടുത്ത നീക്കങ്ങളും പലതും നാടകീയമായ നീക്കങ്ങളായിരിക്കും. അതായത് ഒന്നാം പ്രതി അനിൽകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന പോലീസിൻ്റെ വിവരം, പോലീസ് പുറത്തുവിടുന്ന വിവരം പൂർണ്ണമായി വിശ്വസിക്കാനാവില്ല. കാരണം 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ പോലീസിന് ലഭിച്ച വിവരമാണ് ഇത് സംബന്ധിച്ച്. കൊലപാതക വിവരം, ഒരു മാൻ മിസ്സിംഗ് കേസ്, ഒരു കൊലപാതകമാണെന്ന് വിവരം ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ഇസ്രയേലിൽ നിന്നും നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡി എടുക്കാൻ ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് അത് സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. ഇയാൾ ഇപ്പോൾ ഇസ്രയേലിലാണോ, ഇയാൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ മറ്റെവിടെയെങ്കിലും സ്ഥലത്ത് ഉണ്ടോ, ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് സാധാരണഗതിയിൽ അവലംബിക്കുന്ന രീതിയാണ്. അതിന് രഹസ്യ സ്വഭാവം കൊണ്ടുവരിക എന്നുള്ളത് ഇത്തരം കേസുകളിലൊക്കെ തന്നെ സാധാരണഗതിയിൽ കേരള പോലീസ് അവരുടെ സ്വാഭാവിക നടപടിയാണ്. അത് അത്തരം കാര്യങ്ങൾ പുറത്തു വിടുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പോലീസിൻ്റെ നടപടികൾ എന്താണ്? കാരണം ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. നമുക്ക് പോലീസ് ഇവിടെ മാധ്യമങ്ങളെപ്പോലും പല ഘട്ടത്തിലും പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് പോലും നിർത്താൻ അനുവദിക്കുന്നില്ല. ഇവിടെ എവിടെയാണ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നത്. അത് ഒരുപക്ഷെ പോലീസിനോട് നമുക്കത് നിർബന്ധ ബുദ്ധിയോടുകൂടി അവരോടത് ചോദിക്കാൻ കഴിയില്ല. കാരണം അവരുടെ സ്വഭാവത്തിൻ്റെ, ഈ അന്വേഷണത്തിൻ്റെ ഒരു സ്വഭാവം കൊണ്ട് മാത്രമായിരിക്കാം ഈ രീതിയിലുള്ള കാര്യമുള്ളത്. ജില്ലാ പോലീസ് മേധാവിയുടെ കർശന നിർദ്ദേശമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും പുറത്തുവിടാൻ പാടില്ല. ഈ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലടക്കം അത്തരത്തിലുള്ള അച്ചടക്കം വേണമെന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പരിസരത്ത് മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്താണുള്ളത്. ഒത്തിരി ആളുകൾ ഈ വിഷയം, ഈ വലിയ കൊലപാതക വിവാദ വിഷയം അറിഞ്ഞ് ഒത്തിരി ആളുകൾ, നാട്ടുകാരടക്കം ഈ പോലീസ് സ്റ്റേഷൻ, ഒപ്പം തന്നെ ഈ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചുള്ള ഒരു നീക്കം കൂടി പോലീസ് നടത്തുന്നുണ്ട്. എന്താണെങ്കിലും അടുത്ത നീക്കം എന്താണ് എന്നുള്ളതടക്കം അറിയണമെങ്കിൽ ഇനി കാത്തിരിക്കേണ്ടി വരും. അല്പനിമിഷങ്ങൾക്ക് മുൻപ് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ഇവിടെ എത്തിയിരുന്നു. ചെങ്ങന്നൂർ ഡിവൈഎസ്പി എത്തിയ ശേഷം അല്പസമയത്തിന് ശേഷം ഇവരെ പുറത്തിറക്കുമെന്ന് അറിയുന്നുണ്ട്. എന്താണെങ്കിലും എന്താണ് അടുത്ത നടപടി എന്ന കാര്യം അറിയുന്നില്ല. നിലവിൽ മാധ്യമ പ്രവർത്തകർ പുറത്തു പോകാനാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ, ഇവിടെ മാന്നാർ CI ആവശ്യപ്പെടുന്നത്. വേണുബാലകൃഷ്ണൻ. മനീഷ്, ഇപ്പോൾ നേരത്തെ മനീഷ് പറഞ്ഞല്ലോ, അനിൽകുമാർ എവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ദുരൂഹതയുണ്ട്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അവിടെ മാധ്യമപ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് നിന്ന് മാറണമെന്ന് പോലീസ് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുകയാണ്. മനീഷ് പറയുന്നുണ്ടായിരുന്നു അനിൽകുമാർ ഒരുപക്ഷെ ഇസ്രായേലല്ല പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ എന്ന്. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ എഫ്ഐആറിൽ നിർണായകമായ പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ടല്ലോ. അനിൽ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനിലിൽ നിന്ന് വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞുവെങ്കിൽ അങ്ങനൊരു അവ്യക്തത നീക്കാൻ കഴിയുമായിരുന്നില്ലേ? വേണുഗോപാലകൃഷ്ണൻ, സ്വാഭാവികമായും അത്തരം സംശയങ്ങളുണ്ട്. പക്ഷേ FIR-ൽ പൂർണ്ണമായ വിവരങ്ങൾ, ഈ വിവരങ്ങൾ മാത്രമല്ല, ഈ 3 പേരുടെയും പ്രതികളുടെ പൂർണ്ണമായ പേര് വിവരങ്ങളില്ല. പ്രായം സംബന്ധിച്ച് 3 പേരുടെയും പ്രായം 18 വയസ്സെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2 വരി FIR-ൽ ഈ ആവലാതിക്കാരനായിട്ടുള്ള, അതായത് അങ്ങനെ തുടങ്ങുന്ന സ്വാഭാവികമായിട്ടുള്ള പോലീസിൻ്റെ ഈ FIR-ൽ ആകെ അത്തരത്തിലുള്ള ഒരു പാരഗ്രാഫിലെ 2 സെൻറ്റൻസുകൾ മാത്രമാണുള്ളത്. ഒപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ചും അലട്ടുന്ന വിഷയം, ഇതിൻ്റെ ഈ FIR അടക്കം അത് പോലീസ് പബ്ലിക് ആയിട്ടുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് മാധ്യമങ്ങൾക്കടക്കം ലഭിക്കും, പൊതുസമൂഹത്തിനടക്കം ലഭിക്കും. ഇത് ചർച്ചയാകും. ഈ കേസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു പോയാൽ അത് വരുന്ന തുടർ അന്വേഷണത്തെ പോലും ബാധിക്കുമെന്ന് സംശയമുണ്ട്. കാരണം സാധാരണ ഒരു കേസല്ല, 15 വർഷങ്ങൾക്കപ്പുറം നടന്ന ഒരു കൊലപാതകത്തിൽ മറ്റാർക്കൊക്കെ പങ്കുണ്ടെന്ന തരത്തിലുള്ള അടക്കമുള്ള കാര്യങ്ങൾ, ഒന്നാം പ്രതി എവിടെയാണെന്നുള്ള കാര്യം ഇപ്പോഴും പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ ഒരു വ്യക്തതയില്ല. അത്തരം കാര്യങ്ങൾ പോലീസ് റിവീൽ ചെയ്തിട്ടില്ല. ഈ ഇസ്രയേലാണെന്ന് പറയുമ്പോഴും അയാളെ വിദേശത്തേക്ക് എത്തിച്ച
ഒരു കോൺട്രാക്ടർ ഈ മാന്നാറിലുണ്ടായിരുന്നു. മാന്നാറിൽ മേശരിപ്പണി നടത്തിയിരുന്ന ആളായിരുന്നു ഈ അനിൽകുമാർ. വർഷങ്ങളായി മേശരിപ്പണി നടത്തിയിരുന്ന ആൾ പിന്നീട് അവിടെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് കൊണ്ടുപോയത് മാന്നാറിലുള്ളൊരു കരാറുകാരനാണ്. ഈ കരാറുകാരനെ കൂടി പോലീസ് ഒരാഴ്ച മുൻപ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളെ ഇവിടെ എത്തിക്കാനുള്ള നീക്കം നേരത്തെ നടത്തിയിട്ടുണ്ടാവുമല്ലോ. പക്ഷേ പോലീസിനെ ഒരാളെ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നിയമപരമായി വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയെങ്കിൽ FIR ഒരു ശക്തമായ തെളിവാണ്, ശക്തമായ ഡോക്യുമെൻ്റാണ്. FIR ഉണ്ടെങ്കിൽ അയാളെ നിയമപരമായി തന്നെ എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ അനിൽകുമാർ ഉണ്ടോ അതോ ഇല്ലയോ അയാളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം നടത്തുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിലൊന്നും പറയാൻ സാധിക്കില്ല. കാരണം അല്പനിമിഷം മുമ്പ് തന്നെ കണ്ട കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. പോലീസ് ഇത് സംബന്ധിച്ച് ഈ കൊലപാതകത്തെ സംബന്ധിച്ച് ഒരു വിവരവും പുറത്തുവിടാൻ തയ്യാറല്ല. നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ, സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ വാർത്തകളും ഉള്ളത്. പോലീസ് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നടത്തിയ പത്രസമ്മേളനത്തിലടക്കം ഇത് കൊലപാതകമാണെന്നുള്ളൊരു കൺഫർമേഷൻ, ഒരു സ്ഥിരീകരണം മാത്രമാണ് നടത്തുന്നത്. പക്ഷേ എപ്പോൾ കൊലപാതകം നടത്തി, ഒപ്പം തന്നെ ഈ പ്രതികൾ മറ്റ് 3 പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ, ഇവർ കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് FIRൽ പറയുന്നത്. ഈ എല്ലാവരുടെ പേരിൽ 302 ഉണ്ട്. കൊലപാതക കുറ്റം ഉണ്ടെങ്കിലും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണോ ഇവർ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നില്ല. ഒപ്പം തന്നെ 15 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഒക്ടോബർ മാസത്തിൽ വലിയ പെരുമ്പുഴ പാലത്തിലേക്ക് ഈ മൃതദേഹവുമായി അനിൽകുമാർ എത്തുന്നതിന് മുൻപ് ഇയാൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇയാൾ കുട്ടനാട്ടിലും കൊച്ചിയിലും പാലക്കാടും ഈ ഭാര്യ കലയുമായി പോയിരുന്നു. അവിടെ നിന്നുള്ള യാത്രാമധ്യയാണ് കൊലപ്പെടുത്തിയത്. അതായത് തട്ടാരമ്പലത്തിൽ നിന്ന് മാന്നാറിലേക്കുള്ള യാത്രയിൽ കൊലപ്പെടുത്തിയ ശേഷം മറ്റു സുഹൃത്തുക്കളോട് ഇത് അബദ്ധവശാൽ സംഭവിച്ചുവെന്നും മറവ് ചെയ്യാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നുള്ള വിവരം മാത്രമാണ് പോലീസ്. അതിനുള്ള റിവേഴ്സായിട്ട്, അതായത് ഈ വലിയ ചെറുപുഴ പാലത്തിൻ്റെ പെരുമ്പുഴ പാലത്തിൻ്റെ തൊട്ട് മുൻപ് എന്താണ് നടന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് എത്തേണ്ടതുണ്ട്. ഇനി എല്ലാ കഥയും പോലീസിന് അറിഞ്ഞ ശേഷം അതിൻ്റെ തെളിവ് ശേഖരണമാണോ ഇപ്പോൾ നടക്കുന്നതെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായ ചിലപ്പോൾ അറിവുണ്ടായിരിക്കാം. അതിന് തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി അതിന് രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു തെളിവ് ശേഖരണമായിരിക്കാം നടക്കുക. അതുകൊണ്ടായിരിക്കും എത്ര കാര്യങ്ങൾ വ്യക്തമാക്കാത്തതും. ഒരുപക്ഷെ പോലീസ് എവിടെയാണ് ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോവുക, ഏത് കോടതിയിലാണ് ഹാജരാക്കുക? കാരണം ഈ മാന്നാർന്ന സ്ഥലത്ത് ഇവിടെ മാവേലിക്കര കോടതിയിലോ ചെങ്ങന്നൂർ കോടതിയിലോ ഹാജരാക്കും. പക്ഷേ ഏത് കോടതിയിലാണെന്നോ എവിടെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നോ ഈ പ്രതികളുടെ അടക്കം ദൃശ്യങ്ങൾ പോലും കാണിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. പക്ഷേ അതിനൊക്കെ തന്നെ പോലീസിൻ്റെതായിട്ടുള്ള ന്യായീകരണമുണ്ട്. അവർക്ക് അതിനായിട്ടുള്ള ചില അച്ചടക്കവും ഈ കേസിൻ്റെ ആയിട്ടുള്ള രഹസ്യ സ്വഭാവമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്ര സങ്കീർണമായ ഒരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിലൂടെ കേരള പോലീസ് നീങ്ങുന്ന ഘട്ടത്തിൽ ഒരു ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ തന്നെ നേരിട്ട് അന്വേഷിക്കുന്ന ഒരു കേസിൽ ഇത്രയും വളരെ പഴുതടച്ച രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുകയും ഇന്ന് എന്താണെങ്കിലും ചെങ്ങന്നൂർ DYSP സ്ഥലത്തെത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴ DYSP അല്പസമയത്തിനും സ്ഥലത്തെത്തും. അമ്പലപ്പുഴ DYSP കൂടെ സ്ഥലത്തെത്തിയ ശേഷമായിരിക്കും വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോവുക. പിന്നീട് അനിൽകുമാർ എത്തിച്ച ശേഷം മാത്രമായിരിക്കും പ്രതികൾക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ കൊടുക്കുകയും പിന്നീട് ഇവരെ എത്തിച്ച് പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ, ഒന്ന് അനിൽകുമാറിൻ്റെ വീട് സെപ്റ്റി ടാങ്കിൽ കണ്ട മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ അവിടെയും, ഒപ്പം തന്നെ മറ്റൊരു സ്ഥലം ഈ വലിയ ചെറുപുഴ പാലത്തിൻ്റെ സമീപമുള്ള സ്ഥലത്താണ്. അവിടെയാണ് പിന്നീട് തെളിവെടുപ്പ് നടത്തേണ്ടത്. വേണുബാലകൃഷ്ണൻ. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെ അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്ക് പോലീസ് കൊണ്ടുപോകും. അതിനുശേഷം ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. AV ജയശങ്കറുമുണ്ട് വിവരങ്ങൾ നൽകാൻ. ജയശങ്കർ, നേരത്തെ ഈ കലയുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു, മകനും പ്രതികരിച്ചിരുന്നു. അനിൽകുമാറിന്റെ വീട്ടുകാർ ഏതെങ്കിലും ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായോ? പോലീസ് ഇപ്പോൾ അവിടെ വിവരങ്ങൾ ശേഖരിക്കാൻ എത്തിയിരിക്കുകയാണോ? അതായത് വേണു, ഇന്ന് രാവിലെ ഈ അനിലിൻ്റെ മകനാണ് ഈ വീട്ടിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് കല മരിച്ചിട്ടില്ല, അമ്മയെ വീട്ടിൽ തിരികെ കൊണ്ടുവരും എന്നുള്ളൊരു പ്രതികരണമാണ് ആ മകൻ നടത്തിയത്. ഇത്തരത്തിൽ പോലീസ് പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും മകൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ രാത്രി അച്ഛനുമായി സംസാരിച്ചു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പോലീസിന് കാര്യമായിട്ടൊന്നും അവിടെ നിന്ന് കിട്ടിയില്ലല്ലോ, ആശങ്കപ്പെടേണ്ട എന്നും ഈ അനിൽകുമാർ ഇന്നലെ രാത്രി വിളിച്ച ഘട്ടത്തിൽ മകനോട് സംസാരിക്കുകയുണ്ട്. ഇക്കാര്യങ്ങൾ മകൻ രാവിലെ പറഞ്ഞു. ഇന്നത്തെ ഏറ്റവും നിർണായകമായ പ്രതികരണം ഈ അനിലിൻ്റെയും കലയുടെയും മകൻ്റേതായിരുന്നു. മകൻ പൂർണ്ണമായും അച്ഛനൊപ്പം നിൽക്കുകയും അമ്മ മരിച്ചിട്ടില്ലെന്ന വിശ്വസിക്കുന്ന ഒരു നിലപാടുമാണ് സ്വീകരിച്ചത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ മാന്നാർ സ്റ്റേഷനിലെ പോലീസ് സംഘം വീട്ടിലെത്തി ഈ അടുത്തുള്ള പ്രദേശവാസികളുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോലീസുമായി സംസാരിച്ചു, പക്ഷേ ആ ഘട്ടത്തിൽ അവർ കൂടുതൽ കാര്യങ്ങൾ വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല. അവർ വീടിനുള്ളിലുള്ള ചില ആളുകളുടെയും പേര് വിവരങ്ങളും മറ്റും ശേഖരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചോദിച്ചൊരു ഘട്ടത്തിൽ നാട്ടുകാരുടെയും മറ്റും വിവരങ്ങൾ
സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായി ശേഖരിക്കുന്നു എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. പോലീസ് ഈ ഘട്ടത്തിലും ഒരു കാര്യങ്ങളും വിട്ടു പറയാത്ത തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ കോടതിയിൽ ഹാജരാക്കുന്ന കാര്യത്തിൽ പോലും മാവേലിക്കരയിലാണോ ചെങ്ങന്നൂരാണോ എന്നുള്ള കാര്യം പോലും പോലീസ് കൃത്യമായി വിട്ടു പറയുന്നില്ല. ഈ മെഡിക്കൽ പരിശോധനയുടെ കാര്യത്തിലും ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ പോലീസ് വളരെ രഹസ്യമായി കൃത്യമായി വിവരം പുറത്തുവിടാതെ വിവരശേഖരണം നടത്തുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കുടുംബം ഈ അനിൽകുമാറിനെ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിക്കുന്ന കാര്യത്തിൽ നിലവിൽ പോലീസുമായി സഹകരിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസ് കുടുംബവുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു. പോലീസിനെ നേരിട്ട് ഇയാളെ എത്തിക്കുന്നതിന് പകരം ഈ കുടുംബത്തിൻ്റെ കൂടി സഹകരണത്തോടു കൂടി ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. നിലവിൽ ഈ അനിൽകുമാറിൻ്റെ അച്ഛനും മറ്റുമായും പോലീസ് ഇക്കാര്യം സംസാരിച്ചിരുന്നു. ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കുന്നതിന് സഹകരിക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ കുടുംബം സഹകരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ പോകും. പോലീസ് ആ അർത്ഥത്തിൽ കാര്യങ്ങൾ പരിഗണിക്കും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാത്ത ഘട്ടം എത്തിയാൽ പോലീസ് ഔദ്യോഗികമായി തന്നെ പോലീസിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ഒരു കൊലക്കേസിൽ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് CBI വഴി ഇൻ്റർപോൾ നോട്ടീസ് ഉൾപ്പെടെ ഇറക്കിക്കൊണ്ടുള്ള രീതിയിൽ ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടക്കും. നിലവിലെ സാഹചര്യത്തിൽ കുടുംബം സഹകരിച്ചാൽ 3-4 ദിവസം കൊണ്ട് ഇവിടെ അനിൽകുമാറിനെ നാട്ടിലെത്തിച്ച് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാമെന്നാണ് പോലീസിൻ്റെ ഒരു പ്രതീക്ഷ. അതിൻ്റെ ഭാഗമായാണ് അന്വേഷണം വിവിധ ഘട്ടങ്ങളായി വിവിധ തലത്തിൽ നടക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായാണ് അനിൽകുമാറിൻ്റെ ഈ വീട്ടിലെത്തി പരിസരവാസികളുടെ ഉൾപ്പെടെയുള്ള പേര് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നത്. ഈ അനിൽകുമാറിൻ്റെ വളരെ അടുത്ത മകൻ ഉൾപ്പെടെയുള്ള വളരെ അടുത്ത ബന്ധുക്കൾ ഉള്ള ആളുകളെല്ലാം വീടിനുള്ളിലുണ്ട്. അവരൊന്നും രാവിലെ മുതൽ പുറത്തിറങ്ങിയില്ല. മകൻ മാത്രമാണ് രാവിലെ ആദ്യഘട്ടത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായത്. അല്പസമയം മുമ്പാണ് മന്നാനം പോലീസ് വീട്ടിലെത്തി ഇത്തരത്തിൽ ഇവിടെയുള്ള ആളുകളുടെ വിവരശേഖരണത്തിലേക്കും മറ്റും കടന്നത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം പല തലത്തിൽ പല ഘട്ടങ്ങളായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും പോലീസ് ഈ കേസന്വേഷണം ഏത് തലത്തിലാണ് പോകുന്നത്, എവിടെയാണ് ഈ പ്രതികളെ നിലവിൽ കസ്റ്റഡിയിലുള്ള 3 പ്രതികളെ ഹാജരാക്കാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് മാധ്യമങ്ങളോട് പോലും ഇതുവരെ പങ്കുവയ്ക്കാൻ തയ്യാറായിട്ടില്ല. പോലീസ് അന്വേഷണം വിപുലമായി പോകുന്നു. രഹസ്യമായി അതിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പോലീസ് മുൻപോട്ട് പോകുന്നത്. ഇനി പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം ഈ അനിലിനെ നാട്ടിലെത്തിച്ച് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുക, അതിനുശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ വെച്ചിട്ടാണ് ഈ വീട്ടിലെ കക്കൂസ് ടാങ്കിൽ നിന്നാണ് ഇത്തരത്തിൽ പോലീസ് അസ്ഥിയുടെ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ആ സ്ഥലം പോലീസ് ബന്ദോബസ്താക്കിയിട്ടുണ്ട്. ആളുകളെ ഉൾപ്പെടെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ. ഇന്നലെ കുഴിച്ചിട്ടതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഇവിടെ മണ്ണും മറ്റും ഇവിടെ കാണാം. ഈ സ്ലാബ് പൂർണ്ണമായി മൂടാത്തൊരു സാഹചര്യവും ഇവിടെയുണ്ട്. അത്തരത്തിൽ നാട്ടുകാരുൾപ്പെടെ നിരവധി ആളുകൾ രാവിലെ മുതൽ ഈ വീടിന് മുന്നിൽ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നാട്ടുകാർ ഈ പോലീസ് എത്തിയൊരു ഘട്ടത്തിൽ മാത്രമാണ് ഇത്തരത്തിലൊരു തിരോധാനത്തിനപ്പുറത്തേക്ക് ഇങ്ങനൊരു കൊലപാതകം നടന്നു എന്നൊരു വിഷയം അറിയുന്നത്. ആ ഒരു ഞെട്ടൽ നാട്ടുകാർക്കുമുണ്ട്. ഈ അനിൽ നാട്ടിലുള്ള ഘട്ടത്തിൽ കോൺട്രാക്ട് ജോലിയെല്ലാമായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരുമായി മറ്റും വലിയ തോതിൽ സഹകരിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇത്തരം ഒരു പശ്ചാത്തലം ഇയാൾക്കുണ്ടെന്ന് വിശ്വസിക്കാൻ നാട്ടുകാർക്കും പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ട് ഉള്ളൊരു സാഹചര്യമാണ്. എന്തായാലും മാന്നാർ പോലീസ് പ്രദേശത്തെത്തി നിലവിൽ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് അവർ വലിയ തോതിലുള്ള വിവരങ്ങളൊന്നും നിലവിൽ പങ്കുവയ്ക്കുന്നില്ല. പ്രാഥമികമായി പോലീസ് നിലവിൽ ഈ പ്രദേശത്തെ ആളുകളുടെ പേര് വിവരങ്ങളും മറ്റും ശേഖരിക്കുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കുറച്ചധികം നേരമായി മന്നാറിലെ ഒരു SIയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം എത്തിയാണ് ഇത്തരത്തിൽ വിവരങ്ങൾ നിലവിൽ ശേഖരിക്കുന്നത്. രാവിലെ മുതൽ ഇവിടെ വലിയ തോതിൽ പോലീസിനെ ഈ വീടിന് മുന്നിൽ വിന്യസിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്ക് കൂട്ടിയാണ് വിന്യസിച്ചിരുന്നത്. എന്തായാലും ഇന്ന് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക എന്നത് മാത്രമാണ് നിലവിൽ പോലീസിന് മുന്നിലുള്ള കാര്യം. അതിനുശേഷം ഈ അനിലിനെ കൂടി നാട്ടിലെത്തിച്ച ശേഷമായിരിക്കും ഈ മുഴുവൻ പ്രതികളെയും കൊണ്ട് ഈ സെപ്റ്റി ടാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥലത്തും ഒപ്പം തന്നെ കലയെ കൊലപ്പെടുത്തിയ പാലത്തിലും പോലീസ് തെളിവെടുപ്പ് നടത്തുക. എന്തായാലും നിലവിൽ പോലീസിൻ്റെ അന്വേഷണം പല ഘട്ടങ്ങളിലായി പല തലത്തിൽ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം കൂടിയായാണ് ഈ വീട്ടിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ വിവരശേഖരണത്തിലേക്ക് പോലീസ് കടന്നത്. മറ്റെന്തെങ്കിലും ലക്ഷ്യം ഇപ്പോൾ
പോലീസ് സംഘം ഈ വീട്ടിലെത്തിയതിന് പിന്നിലുണ്ടോ എന്ന കാര്യം പോലീസിന് മാത്രമേ അറിയൂ. പോലീസ് ഇത്തരം വിവരങ്ങൾ നിലവിൽ മാധ്യമങ്ങളോടോ മറ്റാരോടോ പ്രതികരിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. നമ്മൾ മറ്റും പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ പ്രാഥമികമായ അടുത്തുള്ള ആളുകളുടെ വിവരം ശേഖരിക്കുന്നു എന്ന് മാത്രം പോലീസ് പറയുന്നു. പക്ഷേ ആ വിവരശേഖരണത്തിനും പോലീസ് എത്തിയിരിക്കുന്നത് അനിൽകുമാറിൻ്റെ വീട്ടിലാണ്. അനിൽകുമാറിൻ്റെ വീടിൻ്റെ മുന്നിലിരുന്നു കൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ വിവരശേഖരണം നടത്തുന്നത്. പോലീസിന് ഈ വരവിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, ലക്ഷ്യമുണ്ടോ, മറ്റാരെങ്കിലും പോലീസ് ഇത്തരത്തിൽ വിവരങ്ങൾ മറ്റേതെങ്കിലും സംശയമുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കാനാണോ മുൻകൂട്ടി പോലീസ് ഇത്തരത്തിൽ ഇവിടെ എത്തിയെന്ന കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും പോലീസ് നിലവിൽ ഈ അനിൽകുമാറിൻ്റെ വീട്ടിലുണ്ട്. മാന്നാനം എസ്.ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘമാണ് എത്തിയത്. എന്തായാലും നിലവിൽ ഈ പ്രതികളെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഈ മറ്റാർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച സാക്ഷിമൊഴികളിൽ ഇനി എന്തെങ്കിലും അവ്യക്തതയുണ്ടോ, ലഭിച്ച സാക്ഷിമൊഴികളുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കേസ് തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇത് 15 വർഷം മുമ്പ് ഏകദേശം ഉണ്ടായൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് കോടതിയിലെത്തുമ്പോൾ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കണമെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ ആവശ്യമാണ്. ഈ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഇതിൽ സാക്ഷികളാക്കേണ്ടി വരും. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെങ്കിൽ അവരെ കൂടി ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായി പോലീസ് വളരെ വിപുലമായ അന്വേഷണമാണ്, പല ടീമുകളായി തിരിഞ്ഞ അന്വേഷണമാണ്. അതിൻ്റെ കൂടി ഒരു ഭാഗമായാണ് ഒരു സംഘം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ പ്രദേശത്തുൾപ്പെടെ വലിയ തോതിൽ അന്വേഷണം നടക്കും. ഒപ്പം തന്നെ ഈ കലയുടെ ബന്ധുക്കൾ പരാതി നൽകാത്തതിനെ കുറിച്ചും പോലീസ് ഒരു തലത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്ന് അനിൽകുമാർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നില്ല, തിരോധാന കേസെടുത്തിരുന്നില്ല. ഇത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അന്ന് ഈ സ്റ്റേഷൻ ചുമതലയുണ്ടായിരുന്ന SHO ഉൾപ്പെടെ ഉള്ള ആളുകളിൽ നിന്ന് ഇതിൻ്റെ വിവരശേഖരണവും ഒരു തലത്തിൽ പോലീസ് നടത്തുന്നു എന്നാണ് നിലവിൽ മനസ്സിലാവുന്നത്. അത്തരത്തിൽ വിപുലമായൊരു അന്വേഷണം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഉണ്ട്. ഈ അമ്പലപ്പുഴ DSPയും ചെങ്ങന്നൂർ DSP ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇതിൻ്റെ മേൽനോട്ട ചുമതല നിലവിൽ ആലപ്പുഴ SP നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഈ തിരോധാനവുമായി പിന്നീട് ഈ ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. നിലവിൽ കൊലപാതകത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ആ ഗൗരവത്തിലാണ് പോലീസ് അന്വേഷണം. ഈ സാക്ഷിമൊഴി ഈ പ്രതികൾ പട്ടികയിലുള്ള ആളുകളുടെ മൊഴി കേന്ദ്രീകരിച്ച് മാത്രമാണ് നിലവിൽ പോലീസ് അന്വേഷണം പോകുന്നത്. ഈ മൊഴികൾ ഉറപ്പിക്കുക എന്ന ഒരു ഘട്ടത്തിലാണ് പോലീസ് ഉള്ളത്. ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വരുമ്പോൾ ഇത് കൂടുതൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിലവിൽ പോലീസ് ഈ വീടിൻ്റെ വാതിൽ തുറക്കുന്ന ഒരു ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്ന ഒരു സാഹചര്യമാണ്. ഈ വീട്ടുകാരുടെ ഉൾപ്പെടെ വിവരം ശേഖരിക്കാനാണോ പോലീസ് ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും പോലീസ് ഉള്ളിൽ കയറിയിട്ടുണ്ട്. വീടിനുള്ളിൽ ഒരു പോലീസ് വീട്ടിനുള്ളിലെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ മറ്റും പകർത്തുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ബന്ധുക്കളുടെയും മറ്റും വിവരങ്ങൾ എടുക്കുകയാണോ അതോ ഈ വീടിനുള്ളിൽ ഏതെങ്കിലും മറ്റു തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണോ എന്നറിയില്ല. നിലവിൽ മാന്നാർ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ അനിൽകുമാറിൻ്റെ വീടിനുള്ളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഒരു വനിതാ ASI ഉൾപ്പെടെയുള്ള സംഘമാണ് വീടിനുള്ളിൽ നിലവിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഈ പോലീസുകാർ പ്രവേശിച്ചതിന് പിന്നാലെ ഒരു മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും പോലീസ് സംഘം നിലവിൽ അനിൽകുമാറിൻ്റെ വീടിനുള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ വീടിനുള്ളിൽ എന്തെങ്കിലും ഉണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരം ഒരു പരിശോധന എന്നറിയില്ല. പോലീസ് ഇക്കാര്യങ്ങളൊന്നും നിലവിൽ വിട്ടു പറയാത്തൊരു സാഹചര്യമാണ്. എന്തായാലും ഈ വീട്ടിലുള്ള ആളുകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ടോ, ഇനിയൊരു മൊഴിയെടുപ്പാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഇതെല്ലാം തന്നെ പോലീസ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ട ഒരു കാര്യമാണ്. നിലവിൽ അനിൽകുമാറിൻ്റെ വീടിനുള്ളിൽ പോലീസ് സംഘം പരിശോധന നടത്തുന്നു. ഒരു SIയുടെ നേതൃത്വത്തിൽ ഒരു ASI വനിതാ ASI ഉൾപ്പെടെയുള്ള സംഘമാണ് നിലവിൽ അനിൽകുമാറിന്റെ വീടിനുള്ളിൽ പ്രവേശിച്ച പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അവർ വീടിനുള്ളിലേക്ക് കയറി പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റെന്തെങ്കിലും തലത്തിൽ പോലീസ് പരിശോധനയാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. വേണം